ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് KTU. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോക്കസ്ഡ് ഏരിയാസ് ആണ്. അതായത് S1 മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾ 1-ലെ മെട്രിസസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. സോൾവഡിൻ്റേത് വേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ മെട്രിസസ്. ഓക്കെ, ഇപ്പോൾ മെട്രിസസിനകത്ത് ഓരോ ടോപ്പിക് വൈസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്നത് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യം വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ 4x - 6y = -11 -3x plus 8y = 10. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗ്മെന്റഡ് മെട്രിക്സ് ആയിട്ട് ഇതിനെ എഴുതുക. അതായത് മെട്രിക്സ് എ ബി ആയിട്ട് ഇതിനെ എഴുതുക. മെട്രിക്സ് എ ബി എന്ന് പറയുന്നത് എന്താണ്? മെട്രിക്സ് എ ബി എന്ന് പറയുന്നത് 4 -6 -11 -3 8 10. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതാണ് മെട്രിക്സ് ബി എന്ന് പറയുന്നത്, ഇതാണ് മെട്രിക്സ് എ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിനെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ 3യുടെ അവിടെ 0 ആക്കണം. ഈ 3യുടെ അവിടെ 0 ആക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആലോചിക്കണം. 3യുടെ അവിടെ 0 ആക്കാനായിട്ട് എങ്ങനെ 0 ആക്കാമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ എന്താണ്? R2 ചേഞ്ചസ് ടു R2 പ്ലസ് 3/4 R1 ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 0 ആയി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. -3 പ്ലസ് 3/4 ഇൻറ്റു 4 0 അല്ലേ? 4 കട്ടായി പോയിട്ട് -3 പ്ലസ് 3 0. അപ്പോൾ അത് 0 ആയി. ഓക്കെ, അപ്പോൾ നമുക്കത് ഈ ഓപ്പറേഷൻ നമ്മൾ മെട്രിക്സിലോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? പുതിയ മെട്രിക്സ് 4 -6 -11 0 7/2 7/4. ഓക്കെ, ഇതാണ് മെട്രിക്സ് കിട്ടി. ഇനി നമ്മൾ ഇതിനെ എന്താണ് ഇക്വേഷനായിട്ട് മാറ്റുന്നത്? എങ്ങനെയാണ്? മുൻപ് ചെയ്തതുപോലെ തന്നെ ഇക്വേഷനായിട്ട് ഇതിനെ കൺവെർട്ട് ചെയ്യണം. അപ്പോൾ 4x - 6y = -11. അടുത്ത എങ്ങനെയാണ്? 7/2 y = 7/4. ഇവിടെ നിന്ന് നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. ബാക്കി നമ്മൾ തുടങ്ങുവാണ്. അപ്പോൾ ബാക്കിയിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്ക് വൈയുടെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? y = നമുക്ക് കിട്ടും y = 7/4 / 7/2. ഓക്കെ, അപ്പോൾ 7 കട്ടായി പോയി 2/4 എന്ന് പറഞ്ഞു വരും. ഇപ്പോൾ 1/2. ഓക്കെ, അപ്പോൾ y കിട്ടി. ഇനി y നമ്മൾ കൊണ്ടുപോയി x കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് x-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2 എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഗോസ് എലിമിനേഷൻ. ഇപ്പോൾ ഞാൻ ചെറിയൊരു സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. 3/3 മെട്രിക്സും 4/4 ഒക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇതിനകത്ത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് ഉണ്ട്. അതായത് റാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ്. റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ റോസ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു മെട്രിക്സ് എഴുതുവാണ്. മെട്രിക്സ് എ ബി എന്ന് പറയുന്നത് ഞാൻ എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാൻ എഴുതുന്നതാണ്. ഓക്കെ, മെട്രിക്സ് 2 1 3 0 1 2 2 0 1. ഇതിൻ്റെ റാങ്ക് എത്രയാണ്? ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് 3 ആണ്. ഓക്കെ, ഇനി ഇവിടെ 0 വരുമായിരുന്നെങ്കിൽ ഇതിൻ്റെ റാങ്ക് എന്താണ് വരുന്നത്? ഇവിടെ 0 ആയിരുന്നെങ്കിൽ ഇവിടെ റാങ്ക് എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത്. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട്. റാങ്ക് ഓഫ് എ ബി = റാങ്ക് ഓഫ് എ = നമ്പർ ഓഫ് വേരിയബിൾസ്. ഇപ്പോൾ നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വേരിയബിൾ എങ്ങനെയാണ്? നമ്മൾ മുൻപ് ചെയ്ത
ഇക്വേഷനകത്ത് വേരിയബിൾ എക്സും വൈയും ആണ് അവിടുത്തെ വേരിയബിൾ. ഓക്കെ, ഇവിടെ നമ്മൾ മുൻപേ ചെയ്ത ആ ഇക്വേഷനോട്ട് നോക്കി മുകളിലോട്ട് നോക്കുമ്പോൾ എക്സ് ആൻഡ് വൈ അല്ലേ, 4x - 6y. ഓക്കെ, അപ്പോൾ 2 വേരിയബിൾ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് എങ്ങനെയാണ് കാണുന്നത്? റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മെട്രിക്സ് ആണ് എടുക്കുന്നത്. റാങ്ക് ഓഫ് എ 2 അല്ലേ. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ ഫുള്ള് 2 അല്ലേ. നമ്പർ ഓഫ് വേരിയബിൾ എന്താ? 2 അല്ലേ. അപ്പോൾ ഇതെല്ലാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. എന്തെഴുതാൻ പറ്റും? ഈ സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ആണ് എഴുതാൻ പറ്റും. സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ. സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ അടുത്ത ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. അടുത്തത് ഇൻഫിനിറ്റ് സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതായത് ഇൻഫിനിറ്റ് സൊല്യൂഷൻ വരുന്നത് റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ്. ഇത് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ. സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ കാണിക്കാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണ്, നമ്മളിപ്പോൾ ഒരു മെട്രിക്സ് എടുത്തു. ഓക്കെ, ഇക്വേഷൻ എടുക്കാം. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു -3 എന്നും -2x + 2y ഈസ് ഈക്വൽ ടു 6 എന്നും എടുത്തു. ഇതിൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താ? എ ബി എന്ന് പറയുന്നത് 1 -1 -3 -2 2 6. ഇതിനെ എന്താണ് ഇവിടെ 0 ആക്കണം. ഓക്കെ, 0 ആക്കാൻ എന്താണ് ചെയ്യുന്നത്? R2 ചേഞ്ചസ് ടു R2 + 2R1 ചെയ്താൽ 0 ആകുമല്ലോ. -2 + 2 × 1 0 ആയില്ലേ. ഓക്കെ, നമുക്ക് ആ മെട്രിക്സ് ഒന്ന് എഴുതാം. ഈ ഓപ്പറേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെട്രിക്സ് വരുന്നത് ഫസ്റ്റ് റോ അതുപോലെ എഴുതുക. 1 -3 -1 -3. ഓക്കെ, 0 0 0. ഓക്കെ, ഇവിടുത്തെ റാങ്ക് എന്താണ്? റാങ്ക് ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി എന്താണ്? റാങ്ക് ഓഫ് എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. റാങ്ക് ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. നമ്പർ ഓഫ് വേരിയബിൾ ഇവിടെ എക്സും വൈയും ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ വേരിയബിൾ 2 ആണ്. ഓക്കെ, ഇതിനെന്താണ്? ഇതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതുന്നത്? നമുക്ക് ആകെ ഒരു ഇക്വേഷനല്ലേ വരുന്നുള്ളൂ. അതായത് x - y ഈസ് ഈക്വൽ ടു -3 എന്നല്ലേ വരുന്നുള്ളൂ. ഇതിനകത്ത് ഈ മെട്രിക്സിനെ ഇക്വേഷൻ ഫോമിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് അതായത് x ഈസ് ഈക്വൽ ടു -3 + y എന്ന് പറഞ്ഞു വരും. ഞാനിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. പുട്ട് y ഈസ് ഈക്വൽ ടു t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x ഈസ് ഈക്വൽ ടു -3 + t എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ t വേരി ചെയ്യുന്നതനുസരിച്ച് എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു റിസൾട്ടും കൂടെ ഉണ്ട്. ആ റിസൾട്ടും കൂടെ ഞാൻ പറഞ്ഞേക്കാം. റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നോ സൊല്യൂഷൻ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ കൊടുക്കുകയാണ്. നമ്മൾ R2-നെയാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ R2-ൽ നിന്ന് തന്നെ തുടങ്ങണം. അതായത് R2 - 2R1 എന്ന് തന്നെ ചെയ്യണം. അല്ലാതെ R2 ചേഞ്ചസ് ടു R1 - 2R2 എന്നൊന്നും ചെയ്യരുത്. നമ്മൾ ഏതിൽ നിന്നാണോ തുടങ്ങുന്നത് ആ റോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ,
പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, ഗോസ് എലിമിനേഷൻ മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം 1 ആക്കി കഴിഞ്ഞാൽ കുറേ കൂടെ എളുപ്പത്തിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും, അത്രയേ ഉള്ളൂ. റൗച്ചസ് മെത്തേഡിനകത്താണ് ഡയഗണൽ എലമെൻറ്റ് 1 ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഡയഗണൽ എലമെൻറ്റ് 1 ആക്കുക, അതുപോലെ തന്നെ താഴെയുള്ള എലമെൻ്റ് എല്ലാം 0 ആക്കി പോകണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, ഞാനൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എഴുതാം, ആൻസർ ഞാൻ ഓൾറെഡി ചെയ്തിരിക്കുന്നതിൻ്റെ ലിങ്ക് ഞാനിടാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ ആൻഡ് ന്യൂ for which the system of equation 2x plus 3y plus 5z is equal to 9, 7x plus 3y minus 2z is equal to 8, 2x plus 3y plus lambda z is equal to nu. First question, no solution. Second, a unique solution. Third, infinite solution. ഓക്കെ, ഇങ്ങനെ 3 സബ് പാർട്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പറയുന്നത്, ഇത് പാർട്ട് ബിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിൽ, ഓക്കെ, പാർട്ട് ബിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ട്രിവിയൽ നോൺ ട്രിവിയൽ. ട്രിവിയൽ നോൺ ട്രിവിയൽ ട്രിവിയൽ ഓർ നോൺ ട്രിവിയൽ. ട്രിവിയൽ നോൺ ട്രിവിയൽ എന്ന് പറയുമ്പോഴത്തേക്ക്, ട്രിവിയൽ സൊല്യൂഷൻ്റെ ആ ഒരു ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ കിട്ടിക്കഴിഞ്ഞാൽ ട്രിവിയൽ സൊല്യൂഷനാണ്, ട്രിവിയലാണെന്ന് പറയാം. അതല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ട്രിവിയലാണ്. ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എന്താണ്, നോൺ ട്രിവിയലാണെന്ന് പറയാം. ക്വസ്റ്റ്യൻ വരുന്നത്, ഇതെന്ന് പറയുന്നത് എന്താണ്, RHSൻ്റെ സൈഡ് 0 ആയിരിക്കും. അതായത് AX is equal to 0 ഫോമിലാണ് നമുക്ക് ഇക്വേഷൻസ് തരുന്നത്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ സിസ്റ്റം എന്ന് പറയും. അതാണ് AX is equal to 0 ഫോം എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് x plus 2y minus 3z is equal to 0, x minus y plus z is equal to 0, x plus y plus 2z is equal to 0. ഇത് കണ്ടോ, RHS എല്ലാം 0 അല്ല. അതായത് AX is equal to 0 ഫോമിൽ വരുന്നതാണ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 0 കിട്ടി കഴിഞ്ഞാൽ നോൺ ട്രിവിയലും, ഡിറ്റർമിനൻ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ട്രിവിയലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പറയാം. റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വെക്ടേഴ്സ് ആയിക്കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു വെക്ടർ തരും, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നത്, 1 2 1 4 3 2 2 1 0. ഇതിനെ മെട്രിക്സിലോട്ടാക്കണം. 1 2 1 4 3 2 2 1 0 മെട്രിക്സ് ഫോം ആയല്ലോ. ഇനി ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. റാങ്ക് എന്ന് പറയുന്നത് 3 കിട്ടിക്കഴിഞ്ഞാൽ റാങ്ക് 3 ആണ്. എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുകയാണ്, റാങ്ക് 3 ഇതിൻ്റെ കിട്ടി. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് വെക്ടേഴ്സ് എത്ര, 1 2 3. അപ്പോൾ റാങ്ക് നമ്പർ ഓഫ് വെക്ടേഴ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും.
ഇനി അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ടുള്ള ടോപ്പിക്സ് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടറാണ്. ഏഗൻ വാല്യൂസും ഏഗൻ വെക്ടറും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു മെട്രിക്സ് ഞാൻ എഴുതി കാണിക്കാം. അതായത് ഇപ്പോൾ മെട്രിക്സ് എ എന്ന് പറയുന്നത് A11 A12 A21 A22. ഓക്കെ, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എഴുതണം. അതായത് A - λI = 0 എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ എന്താണ് സോൾവ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുമ്പോഴത്തേക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ ഇപ്പോൾ മെട്രിക്സ് എ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. മെട്രിക്സ് എ എന്ന് പറയുന്നത് 1 1 3 -1 തന്നിട്ടുണ്ട്. അപ്പോൾ A - λI എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? ഡയഗണൽ എലമെൻറ്റിൽ ലാംഡ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? (1 - λ) 1 3a -1 - λ. ഇതിന് ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടുന്നത്. ലാംഡ എന്ന് പറയുന്നതാണ് ഏഗൻ വാല്യൂസ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ 2x2 മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ പ്ലസ് ഡിറ്റർമിനൻ്റ് എ = 0. അപ്പോൾ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റിൻ്റെ സമ്മാണ്. അപ്പോൾ ഇത് 2x2 മെട്രിക്സ് ആകുമ്പോഴത്തേക്ക് ട്രേസ് എന്ന് പറയുന്നത് A11 പ്ലസ് A22 ആണ്. ഡിറ്റർമിനൻ്റ് കാണാൻ അറിയാമല്ലോ. ഇത് 3x3 മെട്രിക്സ് ആണെങ്കിൽ 3x3 മെട്രിക്സ് ഞാൻ കാണിച്ചു തരാം. മെട്രിക്സ് എന്ന് പറയുന്നത് A11 A12 A13 A21 A22 A23 A31 A32 A33 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ലാംഡ സ്ക്വയർ പ്ലസ് സം ഓഫ് മൈനേഴ്സ്. ഓക്കെ, M11 പ്ലസ് M22 പ്ലസ് M33 ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് എ = 0. ഓക്കെ, ഈ ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് അറിയാമല്ലോ, ഡയഗണൽ എലമെൻറ്റ് സമ്മ്. ഓക്കെ, അതായത് A11 പ്ലസ് A22 പ്ലസ് A33 ആണ്. ഈ M11 എന്ന് പറയുന്നത് ഞാൻ എഴുതി കാണിക്കാം. M11 എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ കാണിക്കാം. ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ്. ഡിറ്റർമിനൻ്റ് M11, അതായത് ഈ A11 കണ്ടോ, ഈ A11 ഇതും ഈ റോയും ഈ കോളം അങ്ങ് ഒഴിവാക്കും. അപ്പോൾ എന്താണ് കിട്ടുന്നത്? A22 A23 A32 A33. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ് M11. ഇനി M22 എന്ന് പറയുന്നത് എന്താണ്? M22 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്, അതായത് ഈ ഒരു ഇത് കണ്ടോ, ഇത് സോറി അതല്ല, വേണ്ട ഈ A22 എന്ന് പറയുമ്പോൾ താഴത്തെ A22. ഓക്കെ, അപ്പോൾ ഇത് വെട്ടി ഈ ഒരു ഇതും കൂടെ മായ്ച്ച് കളയുമ്പോഴത്തേക്ക് A11 A13 A11 A13 A31 A33 ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് M22. M33 എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം. M33
ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെയാണ് വരുന്നത്? താഴത്തേതും പോയി ഇതും പോകുമ്പോൾ A11 A12 A21 A22. വളരെ സിമ്പിളാണ്. ഇത്രയാണ് ഇത്. ഇനി നമ്മൾ ഡിറ്റർമിനൻ്റ് A കണ്ടുപിടിക്കുക, അത് നേരെ കൊടുക്കുക, അതിന് ശേഷം ലാംഡയുടെ വാല്യൂ കിട്ടുക, പിന്നെ ഏകൻ വെക്ടർ കാണുക. ഞാൻ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിനകത്ത് മെയിനായിട്ട് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡയഗണലൈസേഷൻ ആണ്. ഡയഗണലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, അപ്പോൾ അത് സ്കിപ്പ് അടിക്കാതെ തന്നെ പഠിച്ചു പോവുക. ഡയഗണലൈസേഷന് ഞാൻ പ്രോബ്ലംസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇക്വേഷൻ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഡയഗണലൈസേഷൻ ഇപ്പോൾ ഡയഗണലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്നും ഉണ്ട്, ഓർത്തോഗണലും ഉണ്ട്. ഇപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ഇക്വേഷനാണ്. അതായത് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് തരം മെട്രിക്സിനും നമുക്ക് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഏത് തരം മെട്രിക്സിനെയും നമുക്ക് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സാധിക്കും. അതായത് അതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ D = P ഇൻവേഴ്സ് AP ആണ് സിമിലാരിറ്റി. ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് A ട്രാൻസ്പോസ് = A ആകുന്നതാണ് ഓർത്തോഗണൽ. അതായത് നമുക്കിപ്പോൾ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഒരു മെട്രിക്സ് അവർ തരുമല്ലോ, അതിൻ്റെ ട്രാൻസ്പോസും മെട്രിക്സും എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് അത്. അപ്പോൾ അവിടുത്തെ ഡയഗണലൈസേഷൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? N ട്രാൻസ്പോസ് AN ആണെന്ന് നമ്മൾ ഓർത്തോണം. ഓക്കെ, ഇനി ഇവിടുത്തെ P ഇൻവേഴ്സും APയും ഈ N ട്രാൻസ്പോസും N ഒക്കെ എന്താണ് നമുക്കൊന്ന് നോക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഫസ്റ്റ് ചെയ്യുന്നത് ഏകൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് വെക്ടർ കണ്ടുപിടിക്കുന്നു. λ1 λ2 λ3 എന്ന് പറയുന്നതിൻ്റെ വെക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതായത് x1 x2 x3 ഇപ്പോൾ 3/3 ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അതിനുശേഷം P എന്ന് പറയുന്നത് മോഡൽ മെട്രിക്സ് ആണ്. മോഡൽ മെട്രിക്സ്, അതായത് x1 x2 x3. നമുക്കിവിടെ കിട്ടുന്ന ഈ x1 എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ഒരു ഫോമിലായിരിക്കും കിട്ടുന്നത്. x2 എന്ന് പറയുന്നത് ഓക്കെ, അപ്പോൾ എന്താണ് P എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ABCDEFJHI മെട്രിക്സ് കിട്ടിയ കണ്ടോ? ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് കാണണം. P ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുന്നത്? P ഡിവൈഡഡ് ബൈ മോഡ് P. ഇങ്ങനെയാണ് നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ ഡയഗണലൈസേഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓർത്തോഗണൽ ആണ് സിമിലാരിറ്റി ആണോ ചെക്ക് ചെയ്യാനായിട്ട് മെട്രിക്സ് ഇപ്പോൾ A എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തരുവാണെങ്കിൽ നമ്മൾ നോക്കണം A11 A12 A21 A22 എന്ന് പറയുന്നത് ട്രാൻസ്പോസ് എടുത്താലും ഇത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഓർത്തോഗണലാണെന്ന് ഓർത്തോണം. അപ്പോൾ അതിൻ്റെ ഡയഗണലൈസേഷൻ ഇക്വേഷൻ N ട്രാൻസ്പോസ് AN ആണ്. ഇനി N എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കണം. N എന്ന് പറയുന്നത് നമ്മൾ പഴയതുപോലെ തന്നെ ഡയഗണലൈസേഷൻ ചെയ്യാനായിട്ട് ഏകൻ വാല്യൂസ് കണ്ടുപിടിക്കുന്ന, ഏകൻ വെക്ടർ കണ്ടുപിടിക്കുന്നു. ഇവിടെ N എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് ആണ്. നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ x1 x2 x3 എന്ന് പറഞ്ഞുകൊണ്ട് കാണുമല്ലോ, ഏകൻ വെക്ടർ കാണുമല്ലോ. അപ്പോൾ x1, അപ്പോൾ മോഡൽ മെട്രിക്സിനകത്ത് വരുമ്പോഴത്തെ x1 ബൈ മോഡ് x1 എന്നും കൂടെ വരും, x2 ബൈ മോഡ് x2, x3 ബൈ മോഡ് x3. ഇതിനെ മെട്രിക്സിലോട്ട് മാറ്റുന്നതാണ് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ N ട്രാൻസ്പോസും കൂടെ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം D = N ട്രാൻസ്പോസ് A. ഓക്കെ, ഇനി നിങ്ങൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് N ട്രാൻസ്പോസ് അറിയാം, A അറിയാം, N അറിയാം. അത് = എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലാംഡയുടെ വാല്യൂ നിങ്ങൾ ഡയഗണലായിട്ട് അങ്ങ് കൊടുത്താൽ മതി. λ1 0 0 0 λ2 0 0 0 λ3. ഓക്കെ, ഡയഗണലായിട്ട് ലാംഡയുടെ വാല്യൂ കൊടുത്താൽ മതി. അതായത് N ട്രാൻസ്പോസ് AN = ഡയഗണലൈസേഷൻ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്
ലാംഡ വാല്യൂ ഡയഗണലായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം ആണ് നോക്കുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോം നോക്കുമ്പോഴത്തേക്ക് തന്നെ അതിനകത്ത് എന്താണ് മെയിനായിട്ടുള്ള സെക്ഷൻ കനോണിക്കൽ ഫോമിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യുന്നതാണ്. കനോണിക്കൽ ഫോം. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫോമിനെ നമ്മൾ കനോണിക്കൽ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അവർ തന്നിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ മെട്രിക്സ് ഫോമിലോട്ടൊക്കെ മാറ്റണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ വേറെ പ്രോബ്ലംസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതുവാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോം ആണ്. x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ പ്ലസ് 2x3 സ്ക്വയർ മൈനസ് 4x1 x2 പ്ലസ് 6x1 x3 മൈനസ് 2x1 x3. ഇങ്ങനെ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇപ്പോൾ ഇതിനെ മെട്രിക്സിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് Q ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ ഈ സ്ക്വയർ ടേംസ് ഉണ്ടല്ലോ, x1 ഉണ്ട്, x1 സ്ക്വയർ ഉണ്ട്, x2 സ്ക്വയർ ഉണ്ട്, x3, അത് ഡയഗണലായിട്ട് അങ്ങ് എഴുതണം. 1 മൈനസ് 1 2, അപ്പോൾ അത് അത്രയും കഴിയും. ഇനി അടുത്തതായിട്ട് x1 x2 എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് x1 x2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് x1 x2 x3 x1 x2 x3 ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് ഇത് x1 ആണ്. ഓക്കെ, ഇവിടെ വന്നു. ഇനി x1 x2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് -4 ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഹാഫ് എടുക്കുക, അതായത് -2. ഇനി x1 x3 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ വരുന്നത് x1 ഇൻറ്റു x3. ഇപ്പോൾ 1 3 നോക്കുക, 6 അല്ലേ, അപ്പോൾ ഇവിടെ 3 വന്നു. ഇനി ഇവിടെ വരുന്നത് എന്താണ് x1 x2, അത് സെയിം അല്ലേ, അപ്പോൾ ഇവിടെ -2 വന്നു. ഇനി x1 x3 x1 3 വന്നു. ഇനി അടുത്തത് എന്താണ് x2 x3 എന്ന് പറയുന്നത് എന്താണ് x2 സോറി, ഇവിടെ x2 ആണ്. x2 x3 എന്ന് പറയുമ്പോൾ -1 ആണ്. അപ്പോൾ x2 x3യും x3 x2യും സെയിം ആണ്, അപ്പോൾ ഇവിടെ -1 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ഡയഗണൽ എലമെൻറ്റ് അതുപോലെ തന്നെ എഴുതുക, മറ്റേ എലമെൻറ്റിൻ്റെ എല്ലാം പകുതി എടുക്കുക, ഹാഫ് എടുത്തിട്ട് എഴുതുക. ഓക്കെ, ഇതാണ് ക്വാഡ്രാറ്റിക് ഫോം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടാണ്, അപ്പോൾ നിങ്ങളത് ജസ്റ്റ് നോക്കുക. അതിനകത്ത് നമ്മൾ നേച്ചർ, റാങ്ക്, ഇൻഡെക്സ്, സിഗ്നേച്ചറൊക്കെ കാണുന്ന ഒരു സെക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അത് നോക്കുക. പിന്നെ നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്. ട്രാൻസ്ഫോർമേഷൻ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഓർ കോണിക് സെക്ഷൻ. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സെക്ഷൻ ഞാൻ ജസ്റ്റ് ഇക്വേഷൻസ് ഞാനൊന്ന് പറയാം. അതായത് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിലോട്ട് ട്രാൻസ്ഫോം ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ x ഇസ് ഈക്വൽ ടു n/, ഫോമാണ് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ഫോം. അതിന് മുന്നേ നമുക്ക് ഓരോ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. സർക്കിൾ ആണെങ്കിൽ y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് പറയുന്നത് r² ആണ് സർക്കിൾ. എലിപ്സ് ആണെങ്കിൽ y1 സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ബൈ b സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, എലിപ്സ്. ഹൈപ്പർബോളയാണെങ്കിൽ y1 സ്ക്വയർ ബൈ a സ്ക്വയർ മൈനസ് y2 സ്ക്വയർ ബൈ b സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ലൈൻ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, RHS 0 ആയിരിക്കും. ലൈൻ y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0, ലൈൻ. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ മാക്സിമം ഇത്രയും സെക്ഷൻസ് നോക്കുക. ഞാൻ വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്. അതായത് സിമ്പിളായിട്ടുള്ള 2-3 പാർട്ടയിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത്രയാണ് മൊഡ്യൂൾ 1-നകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് അടിക്കാതെ ഇത്രയും ടോപ്പിക്സ് എങ്കിലും പഠിച്ചുകൊണ്ട് പോവുക. ഇതിൻ്റെ എല്ലാം പ്രോബ്ലംസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഡയഗണലൈസേഷൻ ആണെങ്കിൽ പോലും ഇതുപോലെ തന്നെ ക്വാഡ്രാറ്റിക്കിൻ്റെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.